400 കോടി രൂപയോളം ഈ മേഖലയിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നു. മറ്റൊരു കോൺക്ലേവിൽ വെച്ച് ഏകദേശം 5000 കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഓഫർ വന്ന് അതിൽ പല പ്രപ്പോസലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നടക്കും. ഇതിലൊന്നും ഇവരുടെ ആരുടെയും ഈ പറയുന്ന സംഘടനയുടെ ഇപ്പോൾ ഒളിമ്പിക്സ് അസോസിയേഷനും അവരൊന്നും സപ്പോർട്ട് നമുക്ക് ഇതിൽ പറയും. ഇവിടെ ഒളിമ്പിക് അസോസിയേഷൻ ചെയ്യേണ്ടത് ഇവിടുത്തെ ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. പാരമ്പര്യമായി നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു കായിക സംവിധാനത്തിൽപ്പെട്ടതാണ് കളരി. പാരമ്പര്യമായ ആയോധന കലയല്ലേ. അതിനെ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ കേരളത്തിന് നഷ്ടപ്പെട്ട് 19 മെഡലുകളാണ്. പ്രദർശന മത്സരത്തിൽ അത്രയും മെഡലുകൾ നമുക്ക് ലഭിച്ചു. ഇത് പറയണ്ടേ? കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയാണ് PT ഉഷ വളർന്ന് കായികതാരമായത്. എന്താ സംശയം ഉണ്ടായിരിക്കെങ്കിലും? അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തിന് ഏറ്റവും സാധ്യതയുള്ള നമ്മൾ വളർത്തേണ്ട ഒരു കായിക ഇനത്തെ ചവിട്ടി പുറത്താക്കുമ്പോൾ കോടതി പറഞ്ഞല്ലോ അവരോട്, അവരത് ചെയ്യണ്ടേ? പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.